ഇങ്ങനെ ഊഞ്ഞാലാടണം എന്നുള്ള ഒരാഗ്രഹം അങ്ങ് പൂർത്തീകരിച്ചു. ഹലോ, ഹെഡ്മിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത് എന്താണ് കല്ലേലൊക്കെയാണല്ലോ അരച്ചെടുക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചമ്മന്തി ഇതുപോലെ കല്ലേൽ അരച്ചെടുക്കാറുണ്ട് കേട്ടോ. പല വീടുകളിലും ഇപ്പോൾ കല്ല് കാണാറേ ഇല്ല, അരകല്ല്. അപ്പോൾ ഞങ്ങൾ ഈ കല്ലിങ്ങനെ കളയാതെ എപ്പോഴെങ്കിലും ഒക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ചതച്ചെടുക്കാൻ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പെട്ടെന്ന് ചതച്ചെടുക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മിക്സിയിലും ചതച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇടികല്ലുണ്ട്, അതെടുക്കാൻ മടിയാവും. ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് അങ്ങ് ചതച്ചെടുക്കാമല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ ഓണത്തിന് കല്ല് കൊത്തുന്നവരെയും കൊണ്ട് കൊത്തിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഞാൻ പറഞ്ഞു, ജോസ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തോളാം. അവനിപ്പം വേണ്ട, കല്ലിൽ തന്നെ അരയ്ക്കണമെന്നും പറഞ്ഞ് അരച്ചുരുട്ടി എടുക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ. കല്ലിൽ അരയ്ക്കുന്നതിന്റെ രുചിയൊന്നും വേറെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്തായിരിക്കാം. അപ്പൊ ഈ ജോസൻ പറയുമായിരുന്നു, കുറച്ച് ചോറുണ്ടായിരുന്നുണ്ടെ കല്ലേലോട്ടിട്ട് പെരട്ടി ഇനി എടുക്കാറുണ്ടെന്ന്. ചോറില്ലെന്നല്ല, ഉണ്ട്, എങ്കിലും കഴുകി എടുക്കുകയാണ് കേട്ടോ. പണ്ട് കുഞ്ഞിലെ എനിക്ക് ഓർമ്മയുണ്ട്, ചമ്മന്തി അരയ്ക്കുമ്പോൾ ഈ അരകല്ല് കഴുകി എടുക്കുന്ന വെള്ളത്തിനകത്ത് ചോറിട്ട് കഴിക്കാറുണ്ടായിരുന്നു. അപ്പൊ തോരൻ റെഡിയായി. അതുപോലെ ഉണക്കമീൻ വറുത്തതാണേ, നല്ല പീസായിട്ട് കിട്ടുന്ന മീനുണ്ടല്ലോ, ഇതിന്റെ പേര് എന്താണ്? അയ്യോ, കുട്ടൻ മീനോ, വലിയ പരന്നിരിക്കുന്ന, എന്തോ. പിന്നെ ഏത്തക്കായ മെഴുക്ക് പുരട്ടിയതാണ് ഇത്. ഇന്നലെ രാത്രിയിലെ മെഴുക്ക് പുരട്ടി വെച്ചതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞ് ഇന്നലെ രാത്രിയിലെ വെച്ചിരുന്നു. രാവിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണെന്നല്ലേ. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിരുന്നല്ലോ. അപ്പം ജോസാന്റെ ബ്രദറും ഫാമിലിയും വന്നപ്പോൾ അവര് പല സ്ഥലത്തും കറങ്ങാനൊക്കെ പോയായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഞങ്ങളെ വിളിക്കാറുണ്ടായിരുന്നു, ഒരു ദിവസമെങ്കിലും മാറ്റി വെച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പറയും, നിങ്ങൾ പോയിട്ട് വരൂ. അങ്ങനെ അവസാന ദിവസമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊന്ന് പുറത്തു പോയതിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് മാത്രമല്ല, വീട്ടിൽ നിന്ന് കൊണ്ടുപോകുവാണെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ, നമ്മുടെ വീട്ടിൽ നിന്നും പൊതിയൊക്കെ കിട്ടിപ്പോകുന്നത്. അപ്പൊ അവര് ആദ്യം ഒരു പ്രാവശ്യം തമിഴ്നാട് കറങ്ങാൻ പോയിരുന്നു. അന്ന് അവര് പൊതി കിട്ടിക്കൊണ്ടാണ് പോയത്. വണ്ടിയിലിരുന്ന് തന്നെ കേരളം കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലിരുന്ന് കേരളത്തിലെ പൊതിച്ചോറ് കഴിച്ചെന്നൊക്കെ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങളും പൊതി കിട്ടിക്കൊണ്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തത്. ഞാൻ കൂടുതലും ഇതിൽ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല, ഉള്ളത് അതുപോലെ അങ്ങ് ഇടുവാണ് കേട്ടോ. അപ്പൊ ആർക്കൊക്കെ അത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല എന്നൊന്നും എനിക്കറിയില്ല. ജോസാന്റെ പൊതികെട്ടലാണ് കേട്ടോ. ഞങ്ങളൊക്കെ പറയും പാളപ്പൊതിയുന്നത്, അതായത് ഭയങ്കര വലിപ്പത്തില് ഒതുക്കി കെട്ടിയെങ്കിൽ അത് നന്നായിട്ട് ഒതുങ്ങിയിരുന്നേനെങ്കിൽ സാരമില്ല, നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെയല്ലേ. അതുകൊണ്ട് വിസ്താരമായിട്ടുള്ള പൊതിയാണ്. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് പൊതി എടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ കുട്ടിയം ലുലു ഡൽഹിയിലെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. അപ്പൊ പോയാൽ ഓടെ ജോസാൻ പോകുന്ന ഒരു സ്ഥലമാണ്. ആദ്യമായിട്ട് ഞാനാണ് ഈ കേക്ക് എടുത്തത് അവിടുന്ന്. അപ്പൊ കേക്ക് വാനിലയുടെ ഫ്ലേവർ, പൈനാപ്പിളിന്റെ, മാംഗോയുടെ, ഇങ്ങനെയൊക്കെയുള്ള പല ഫ്ലേവറിലുണ്ട്. കൂടുതലും വാനിലയാണ് ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ആ കേക്കിന്റെ അതും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയത്. ആം, അങ്ങനെ എടുത്തത്, കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. രാവിലെ തന്നെ അവരൊരുങ്ങി റെഡി ആയിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ എടുത്തോണം, വെള്ളത്തിലെങ്ങാനും ഇറങ്ങുവാണെങ്കിലോ എന്തെങ്കിലും നനയുവാണെങ്കിലോ എന്നൊക്കെ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയാണ് പോയത്. രാവിലെ തൊട്ടേ മഴയെന്ന് പറഞ്ഞാൽ ചെണിഞ്ഞെടുപ്പ് മഴ. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതുപോലാണ് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ഇന്നും ഇപ്പൊ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മുടെ നാട്ടില് മഴയാണ്. വെയിലിനെ കാണാറേ ഇല്ല. എന്നാൽ അതിന് മുമ്പ് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. കാലാവസ്ഥ മാറുന്നതിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ കഴിഞ്ഞ വ്ളോഗില് പ്രത്യേകം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, നമ്മുടെ കയ്യിൽ പുതിയ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കസ്തൂരി മഞ്ഞള്, ദാഹശമിനി, ഏലക്ക, ഗ്രാമ്പു, പട്ട, ഒറിജിനൽ പട്ട, ഇതൊക്കെ കാണിച്ചിട്ട് വരുന്ന എല്ലാ ഓർഡറുകളിലും ഇതെല്ലാം എല്ലാരും ഓർഡർ ചെയ്യുന്നുണ്ട്. പല സാധനങ്ങളും തീർന്നു, ഞാൻ വീണ്ടും എടുത്തു, അതിനുശേഷമാണ് അയച്ചത്. ഞാൻ വിചാരിച്ചു ഈ പട്ടയ്ക്ക് ഇത്തിരി റേറ്റ് കൂടുതലായതുകൊണ്ട് പൊതുവെ ഒറിജിനൽ പട്ട അധികം ആരും മേടിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് വരുന്ന ഓർഡറുകളെല്ലാം ഒറിജിനൽ പട്ടയ്ക്ക് വേണ്ടിയാണ് കേട്ടോ.
അതുകൊണ്ട് തന്നെ ഞാൻ 50 ഗ്രാമും കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന് റേറ്റ് കൂടുതലാണ്. 50 ഗ്രാം വേണ്ടവർക്ക് 50 ഗ്രാം കൊടുക്കാമല്ലോ എന്ന് ചിന്തിച്ച് ഏലക്കായും 50 ഗ്രാം കൊടുക്കുന്നുണ്ട്. ഈ സ്പൈസസ് എല്ലാം 50 ഗ്രാം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം എനിക്ക് ഒറിജിനൽ പട്ടയുടെ ഓർഡറുകളാണ് വരുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. കാരണം നല്ല സാധനങ്ങൾ കൊടുത്താൽ വാങ്ങാൻ ആളുകളുണ്ട്. പൈസ നോക്കാതെ ക്വാളിറ്റി നോക്കി സാധനങ്ങൾ എടുക്കുന്നവരുണ്ട്. ദാഹശമിനി ആയാലും ധാരാളം പേര് ഓർഡർ ചെയ്തു. യൂസ് ചെയ്തവര് എനിക്ക് നല്ല അഭിപ്രായമാണ് തരുന്നത്. ഒന്നും കേട്ടില്ലേ, വെറുതെ വണ്ടിക്കകത്തിരുന്ന് ഓടുക, കഴിക്കുക, തരുക. ഓ നിന്നെ കാണുന്നില്ലടോ, നീ എന്തിയെ? ആവശ്യം വന്നായിരുന്നോ തുർക്കിയകത്ത്? ഞാൻ കണ്ടേ ഇല്ല. ആ എല്ലാം റെഡി, ഞാൻ എല്ലാം ചെയ്തായിരുന്നു. പോസ്റ്റിൽ ചോദിച്ചത് ഞങ്ങളിങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തപ്പോ ഞാനും ഷിഞ്ചു ആദ്യം പറഞ്ഞായിരുന്നു പുറത്തുനിന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം വേണം, അതുകൊണ്ട് പൊതിയൊന്നും കെട്ടണ്ട, നമുക്ക് പുറത്തുനിന്ന് കഴിക്കായിരുന്നു. ബിനുവിനും ജോത്സാനും നിർബന്ധമായിരുന്നു, ഇല്ല നമുക്ക് പൊതിയുണ്ടെങ്കിൽ അതും കൊണ്ട് പോകാം. അങ്ങനെ അന്നേരം ജോത്സാൻ പറഞ്ഞു ആരും ഹെൽപ്പ് ചെയ്യണ്ട, ഞാൻ തന്നെ പൊതി കിട്ടിക്കോളാം, എന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ എന്തുവാണെന്ന് വെച്ചാൽ ചെയ്തോളാം. അന്നേരം ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഇത് എനിക്കിട്ടുള്ള പണിയും കൂടാണ്. കാരണം ഇത്രയും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസമൊന്നും എനിക്കില്ല പുള്ളിക്കാരനെയും കൊണ്ട്. അതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ തോരൻ അരിഞ്ഞു വെച്ചായിരുന്നു, മെഴുക്കുവരട്ടി രാത്രി തന്നെ ചെയ്തു വെച്ചു, മീനും വറുത്ത് വെച്ചായിരുന്നു. രാവിലെ ജോസാൻ എണീറ്റ് കഞ്ഞിക്ക് ചോറിന് വെള്ളം വെച്ചു, അരി തിളപ്പിച്ചിട്ടു, അതുപോലെ ചമ്മന്തി അരച്ചു. അടുത്തുള്ള ഏതോ പറമ്പിൽ പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് വാട്ടി റെഡിയാക്കി. എന്റെ തല എവിടെ എടാ ചൊറിഞ്ഞാടാ, തലയില് മണമുണ്ടോ നോക്കിയേ, മണപ്പിച്ച് നോക്ക്. ഇല്ല കൊച്ചിന്റെ കൈ കഴിക്കുന്നെന്ന് തോന്നുന്നു. അയ്യോ എന്റെ ദൈവമേ. ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ആരാ അടുത്ത് നല്ല വണ്ടിയായിരുന്നു. ഇവിടൊക്കെ മഴയത്ത് വെള്ളം കയറുമായിരിക്കും. ഇല്ലേ അവർക്കൊക്കെ എന്താ നല്ല അഷ്ടമുടിക്കാല ശ്രീക്കാറ ബോട്ടോ നല്ല സ്ഥലത്തുണ്ടല്ലോ. ബോട്ട് വെച്ചേക്കല്ലോ ഓരോരുത്തരും, ഓരോ ബോട്ടുകാര് സെപ്പറേറ്റ്. 500 മീറ്റർ കഴിഞ്ഞ് ഇനി 190 മീറ്റർ കിടക്കും. അവിടെ കംപ്ലീറ്റ് ആണോ? അല്ല 2 കിലോമീറ്ററാ കാണിക്കുന്നത്. ഞാൻ ഈ മണ്ഡലത്തുരത്തും മറ്റേ അല്ല ഇപ്പോഴും അല്ല, അന്ന് പോയപ്പോ ഞാൻ വിചാരിക്കുന്നത് ഈ സ്ഥലത്താന്നടാ. ഞാൻ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട്. കുളിച്ച് ഇറങ്ങായിരുന്നു. ഇനി എത്ര മീറ്റർ ഇടത്? ഓ എന്റെ ഗോഗിൾസ് എടുക്കായിരുന്നു. ഇവിടുന്ന് എടുത്താന്നോ കാണിക്കുന്നത്? ഓക്കെ. ഡാർക്ക് ഫാന്റസി. അടുത്ത് കടന്ന സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല അല്ലേ? മുറ്റത്തെ വില്ലേക്ക് വേണമല്ലോ. എന്തെല്ലാം സ്ഥലങ്ങളുണ്ടെന്നോ. നാളെ വല്ലമേ ബിസി ആയിരിക്കോ? അടുത്ത് ഇങ്ങനെ പറ്റത്തപ്പ നാളെ ബിസി ചെയ്യുന്ന മീൻ കിട്ടിയാൽ ബിസി. ഹോസ്റ്റൽ ഇനി
അത് പോന്നിടം വരെ ചോദിച്ചോണ്ട് നടക്കാനുള്ളതായി. അടുത്തത് കിട്ടി. മൺട്രോത്തുരുത്ത് ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം മുഖവീർപ്പിലായിരിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ആകെ ഒരു ഇച്ചിരി ഹാപ്പി ആയിട്ട് വന്നതാണ്. ഇച്ചിരി ഹാപ്പി. എനിക്ക് ആ ദിവസം വയറുവേനായോണ്ടോ അത് ഞാൻ ചിരിച്ച് ഇനി എത്ര കാണിക്കുന്നത്? ഇനി 1 കിലോമീറ്റർ നേരെ, 1 കിലോമീറ്റർ നേരെ പോയാൽ ഡെസ്റ്റിനേഷനായി. ഹോം സ്റ്റേ ഇഷ്ടം പോലുണ്ട്. മീൻ പിടിക്കാൻ നല്ല സ്ഥലമാണ്. എവിടെയെല്ലാം കിട്ടുമോ മീൻ പിടിക്കാൻ? ഹോട്ടല് ചോറുണ്ണാനും നല്ല സ്ഥലമാണ്. വെള്ളം കയറുമായിരിക്കും. വെള്ളം ഇതൊക്കെ കാണുമ്പോ അവർക്ക് തെങ്ങൊക്കെ കാണുമ്പോ ഒരു നല്ല പൈസ കൊടുക്കണം തോന്നുന്നു വണ്ടി പാർക്ക് ചെയ്യുന്നതിന്. ഇവിടെ അങ്ങ് നിർത്തുവന്ന് തോന്നുന്നു സൈഡ് ഇല്ലയോ? കുറച്ചുകൂടെ പോട്ടെ. ഈ സൈഡാണ് ഈ വലത്തെ സൈഡ്. നമ്മളിപ്പോ തന്നെ കഴിക്കാൻ പോവല്ലോ. അല്ല ഇവിടെ എവിടെങ്കിലും നിർത്തിയാൽ മതി. നിങ്ങളങ്ങ് ഇറങ്ങി എന്നിട്ടേ ഒതുക്കാനും. നല്ല കാറ്റ്. അങ്ങനെ ഞങ്ങൾ പോയ സ്ഥലം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. കൊല്ലത്ത് മൺട്രോത്തുരുത്താണേ. പലർക്കും അറിയാത്ത ഒരു സംഭവമാണ്. മൺട്രോത്തുരുത്ത് വേറെയാണ്, സാമ്പ്രാണിക്കുടി വേറെയാണ്. പലരും മൺട്രോത്തുരുത്താണെന്നും പറഞ്ഞ് സാമ്പ്രാണിക്കുടിയിൽ പോകാറുണ്ട്. പക്ഷേ രണ്ടും 2 പ്ലേസ് ആണ്. അതുപോലെ തന്നെ അറിയാത്തവരാരെങ്കിലുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ ഈ ആദ്യം ഇറങ്ങിയ പ്ലേസ് ഉണ്ടല്ലോ, അവിടെ ചെറിയ വള്ളങ്ങളാണ്. അതിനകത്തും നമുക്ക് പോകാം. പക്ഷേ അതിനേക്കാളും നല്ലത് ഞങ്ങൾ പലരിടത്തും അവിടെ തന്നെ ചെന്നിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് നേരത്തെ എല്ലാം മനസ്സിലാക്കി പോയതല്ല. മൺട്രോത്തുരുത്തും സാമ്പ്രാണിക്കുടിയും 2ആണെന്നറിയായിരുന്നു. അങ്ങനെ അവിടെ ഉള്ളവരുടെ അടുത്ത് തന്നെ ബോട്ടിങ് എവിടെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല എന്താണ് ഞാൻ പറയായിരുന്നു, അവിടെ അടുത്തെങ്ങാനുമാണ് വീടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അവിടെ ചെന്നിരുന്നേനെ. ഇത്തിരി കാറ്റ് കൊള്ളാനും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം, നല്ലൊരു സ്പേസ് ആണ് കേട്ടോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ താമസിക്കുന്നിടത്ത് എങ്ങും ഇല്ല. പോയാലെന്നാ മഴ വീഴുന്ന മുമ്പേ മഴ ഒപ്പം വീഴുന്നുണ്ടിരിക്കുവാ. തോർത്തി മീനെ പിടിക്കുന്നു. അതാ എനിക്കറിയാം, ഞാൻ പറഞ്ഞു ഇതവിടെ കുഞ്ഞു മീനുണ്ട്. മീനെ പിടിച്ച് നമുക്ക് ബോട്ടിലിട്ട് കൊണ്ടുപോയാലോ? എന്തിനാ? വളർത്താൻ. അവൻ ചുട്ടുന്ന അവിടെ നീരായി വീണിട്ടല്ലേ? പിന്നെ ചട്ടി നടക്കുന്ന എന്തോ അപ്പൊ ഇന്ന് രാവിലെ ഞാൻ കണ്ടല്ലോ. മൺട്രോത്തുരുത്തിൽ വന്നിട്ട് ഇങ്ങനെ നടക്കുന്നു. ചെറുതിനാണ് അങ്ങ് വിരിവിരിപ്പെന്ന് വെച്ചാല് കൈ വിട്ടാലും വെള്ളത്തിൽ ചാടും. എന്താ ഇവിടെ ഇരിക്കുന്നേ? എവിടാ ക്രാബ്? ഞാൻ അറിഞ്ഞില്ല. എടുക്കട്ടെ? ഇല്ല, ഞാൻ ഇപ്പൊ അവിടെ ഇല്ല. മൺട്രോത്തുരുത്ത് വരെ വന്നു. നമ്മൾ ഇതിൽ കയറി ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ ചെറിയ ബോട്ടിംഗ് ഒക്കെ. ചെറിയ ബോട്ടിന്റെ ഇത് കാണല്ലേ? പിള്ളേർക്ക് കയറാൻ ഇത് തന്നെ കണ്ടോ? അതാ ഇത് കായലല്ല, ഇതാണ്ട് ഇത് റിസോർട്ടാ. ഇത് റിസോർട്ടാ.
ഇവിടുന്ന് എങ്ങോട്ടാ? എങ്ങോട്ടേലും പോ. റിസോർട്ടില്ല, നേരെ 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 മൂന്നാറയിലെ മഴവിയല്ലേ, പ്രാർത്ഥിച്ചോ മഴവിയല്ലേ. അവിടെ ബോട്ടിംഗ് രജിസ്ട്രേഷൻ അത് ഈ കുഞ്ഞിതാണോ പറയുന്നത്? ഹൗസ് ബോട്ട് ഇല്ലല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്, സ്പോട്ടൊക്കെ ഉണ്ട്. തിരുമൺ പാലം പേഴും തുരുത്ത് മഴ മഴ മഴ. അപ്പൊ ബോട്ടെ കയറാൻ കൈ കൊച്ചിന്റെ കൈ ആ വള്ളത്തെ കയറി എല്ലാം കൊണ്ടു. അവര് പേരെന്തോ പറഞ്ഞ ഷിക്കെന്തോ കണ്ടൽക്കാട് ശിക്കാരി ബോട്ടാണ്. ഷിക്കാരി എന്നല്ല പറഞ്ഞ. ബ്രൈറ്റൻ ആ പറഞ്ഞോണ്ട് കിടന്നു, അവന് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചേ. അതിനെങ്ങോട്ടാണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ റോഡിൽ തന്നെ കണ്ടവരടുത്തൊക്കെ കാര്യങ്ങൾ തിരക്കി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റിയ ബോട്ട് എവിടെയാണ് കണ്ടൽക്കാടുകളിലൂടെ ഒക്കെ പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചും പറഞ്ഞ് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഷിക്കാറാണ് കേട്ടോ. അപ്പൊ അതിന്റെ ചാർജും കാര്യങ്ങളും എത്ര മണിക്കൂറിന് ഇത്ര എന്നൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുവാണ്. എനിക്ക് അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കാമോ? ഫുഡ് നമുക്ക് പിന്നെ അയച്ചാലും മതി. ഈ ചെറുക്കൻ പിടപ്പനാ അവൻ വെള്ളത്തിൽ പോയാ മൂക്കെ വെള്ളം കയറും. ആണോ? രണ്ടിനും കയറേണ്ടി വരും. മറ്റേ ഈ പറഞ്ഞ തിരിച്ചു പോകണമെങ്കിൽ 2 മണിക്കൂർ യാത്ര ചെയ്ത് പോകണം. ഇങ്ങനെ ഊഞ്ഞാലാടണം എന്നുള്ള ഒരാഗ്രഹം അങ്ങ് പൂർത്തീകരിച്ചു. പൊട്ടി വീഴുമെന്ന് പേടിക്കേണ്ട. ഇത്തിരി ഒരെണ്ണം വീട്ടിൽ ചെയ്തിട്ടാൽ ഭയങ്കര ഒരാഗ്രഹമാണ്. ഇങ്ങനെ ഒരെണ്ണം വീട്ടിൽ ചെയ്തിടണമെന്ന്. ചെയ്യണം. ഇപ്പം പൊട്ടി വീഴുവേ? പൊട്ടി വീഴില്ല. അങ്ങനെ ആ ആഗ്രഹം പൂർത്തിയായി. എന്നെ കാണണ്ടേ? വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ ഒരു ഊഞ്ഞാല് വീട്ടിൽ ചെയ്യണമെന്ന്. പക്ഷെ സ്ഥലമില്ല. അതാണ് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. സ്ഥലം ഉണ്ടായിരുന്നെന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരെണ്ണം ചെയ്തേനെ. അവിടെ ക്യാമറ, ഇവിടെ ക്യാമറ. ബാഗിന് കൊണ്ടുപോരെ? അല്ല, ബാഗ് വണ്ടിയെ വെച്ചേ എടുക്കണ്ട. ചാർജില്ല. അയ്യോ, പാട്ടില്ല. എന്ത് അയ്യോ, കയറാനുള്ളവർ കയറിയപ്പോൾ വണ്ടിക്ക് അനക്കം വെച്ച്. ഓ, ബ്രൈറ്റൻ ഇനി വന്നില്ലെങ്കിൽ ഇത് മൂവ് ആവത്തില്ല. പോലീസ് നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ഇരുന്നോ? ഇവിടെ വാ. അവിടെ ഇരിക്കാൻ പാടില്ല. പറഞ്ഞില്ല, അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് കഴിക്കാം. എല്ലാരും റൗണ്ടിന് അവിടെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ബോട്ട് മൂവായി. അവിടെ ഇങ്ങോട്ട്
ബഷീറാ. ബിനു. ഷിൻഡു. ഞാൻ വിചാരിച്ച് ഷിഞ്ചിന്റെ പൊതി എടുത്തില്ലെന്ന്. ഉണക്കമീനാണോ അത്? നല്ല സാധനം. എടാ നല്ല എടാ അത്. എടാ നല്ല എടാ അത്. ഇതിനകത്ത് കയറുന്നതിന് മുമ്പേ വിശപ്പിടിച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ. ഏകദേശം ഉച്ച സമയത്താണ് ഞങ്ങൾ ഇത് കയറിയത്. ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കാനായിട്ട്. നിങ്ങൾ ഇതുപോലെ ചോറൊന്നും കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ 2 മണിക്കൂറത്തെയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ കയറിയ സ്ഥലം ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ഫുഡ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാല് അവരവിടെ റെഡിയാക്കി വെക്കും. നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അത്രയും സമയം കൊണ്ട് അവർ റെഡിയാക്കി വെക്കും. നമ്മൾക്കിപ്പം നമ്മുടെ കയ്യിൽ ഫുഡ് ഉള്ളത് കൊണ്ട് അവരുടെ അടുത്തൊന്നും പറഞ്ഞില്ല. ഇപ്പൊ സ്പെഷ്യലായിട്ട് മീൻ പൊള്ളിച്ചത് എന്തെങ്കിലും വേണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്ന് അവർക്ക് ചോദിച്ചാല് അവര് അറേഞ്ച് ചെയ്ത് വെക്കും. നമ്മൾ ചെന്നതിന് ശേഷം പറഞ്ഞാല് കാണില്ല കേട്ടോ. അങ്ങനെ സാധാ ഹോട്ടലിൽ പോലും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നമ്മൾ പറയുന്നതനുസരിച്ച് അവിടെ ചെയ്യത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയത് കൊണ്ട് വലിയ കാര്യമായി കേട്ടോ. അല്ലാതെ വിശം ഒരുപാട് വന്നേന്. ഉച്ച സമയം കഴിഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് കയറിയപ്പോ അത് അവിടെ ആ റബ്ബറിനടുത്ത്. മൊത്തം ആഴമാണ്. ഇത് ട്രെയിൻ കിട്ടിയിട്ടില്ല. പല മനുഷ്യരെ ഓസ്റ്റിനെ, ഓസ്റ്റിൻ ഇങ്ങോട്ട് നോക്ക്. ഹായ്. Why are you putting glass? ഓക്കെ വന്നോ. എവിടെ ഇറങ്ങുന്നത്? എവിടെ ഇതിനകത്തോ? ഇവിടെ ഇറങ്ങണോ? ഇറങ്ങണോ ഇവിടെ? ഡ്രസ് ഉണ്ടോ? പിന്നെ ഇറങ്ങുന്ന സ്ഥലമല്ലേ ഇത്. ഞാനും ഇറങ്ങുന്നത്. എങ്കിൽ പിന്നെ ഇറങ്ങണ്ട. അപ്പോഴേട്ടെന്തോ അതിനേക്കാളും കാലിലെല്ലാം കുത്തുവോ? ചെരുപ്പൂരെണ്ണം ഇതില്ല മണല ചെരുപ്പ് ഉണ്ടല്ലോ അല്ലേ? വേണ്ട ചെരുപ്പ് വേണ്ട. ഒന്നും കുത്തത്തില്ല അടിയ. ഇങ്ങോട്ട് ഇട്ടാ മതി. ഫ്രണ്ട് അങ്ങോട്ട് വിട്ടു. മൊബൈൽ വേണോ? വേണ്ട, ബാറ്ററി ഇല്ല. ബിനു എടുക്കുന്നുണ്ട്. ഞാനും എടുക്കാം. നല്ല തണുത്ത വെള്ളമായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നല്ല തെളിഞ്ഞു കിടക്കുമായിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കലങ്ങി, പക്ഷെ പെട്ടെന്ന് തെളിയുന്നുമുണ്ട്. ഇതുപോലെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന വേറെ ഒരു സ്ഥലം കൂടെ ഉണ്ട്. അത് കുറച്ചുകൂടി ദൂരം പോണം. പക്ഷെ അവിടെ ചെന്നാലും കക്ക വാരുന്നവര് അതിന്റെ തോടെല്ലാം അവിടെ ഇട്ടേക്കുന്നത് കൊണ്ട് കാലയിലൊക്കെ തോട് കൊണ്ട് കയറുമെന്നോ വേറെ എന്തോ ഒരു സംഭവം കൂടെ പറഞ്ഞു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ ഇറങ്ങുന്നത് അപകടമാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ബ്രൈറ്റൻ ആണെങ്കിൽ കിട്ടിയ തക്കത്തിന് ആ വെള്ളത്തിൽ മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എവിടെങ്കിലും കൊണ്ടുവച്ച് സെൽഫി എടുക്കാൻ വേണ്ടി. അപ്പൊ ലൈറ്റ് വെയിറ്റ് ഉള്ളത് മേടിക്കുന്നേ നല്ലത്. അല്ല എവിടെങ്കിലും കുത്തി വെക്കണോ? കാറ്റടിച്ച് വീഴും. ആ വാ പോം. നമുക്ക് സ്വിമ്മിംഗ് പൂളെ പോവാം. സ്വിമ്മിംഗ് പൂളിൽ പോ. പക്ഷെ പൂളില് കൊച്ചു പിള്ളേരുടെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? This swimming pool. This swimming pool. ഞങ്ങൾ അവിടെ ചെന്ന അതേസമയം വേറെ ഒരു ബോട്ടും ആളുകളെ കൊണ്ട് അവിടെ വന്ന് ഇറക്കി. അവരും
മറ്റിടത്തോട്ട് പോയില്ല. ഇവിടെയാണ് ആളുകളെ ഇറക്കാൻ വന്നത്. കുറച്ചു നേരം വെള്ളത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അവിടുന്ന് വന്ന് ഇവിടെ കുറെ നേരം നിന്നിട്ട് ഇവിടുന്ന് വേറെ റൂട്ട് വഴിയാണ് നമ്മൾ കയറിയ സ്ഥലത്തോട്ട് തിരിച്ചു പോകുന്നത്. അപ്പൊ മൊത്തം 2 മണിക്കൂർ. സൈഡ് എന്തോ സ്ക്രാച്ച് കിട്ടിയ പോലെ. അത് മൊത്തം തറ വീണയാ. വേറൊരു ഫോൺ എടുക്കില്ല എലിയപ്പന്റെ ഫോൺ. വേറെ വലിയ വേറെ പപ്പ അങ്ങനല്ല. കള്ളവരെല്ലാം കൊണ്ട് സെൻട്രിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് മനസ്സില്ല. അതിന് ഞങ്ങൾ താഴെ പോവാം. ഓക്കെ, ഒന്ന് സ്മൈലിംഗ് നല്ലുള്ളവര്. വരുവാ ഞങ്ങള്. ഈ സാധനം ഇത് ചീനവല. ചീനവള എന്താ? ഇത് താത്ത കൊടുക്കാം. മീൻ പിടിക്കാം ഇങ്ങനെ പിടിക്കാം. ഓറഞ്ച് mommy bottle. മലയാണോ? ഈ കരയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചെറിയ ദ്വീപുകളാണ് കേട്ടോ. അവിടെ ആൾക്കാർ താമസമുണ്ട്. എനിക്ക് കേട്ടിട്ട് തന്നെ അതിശയമായി പോയി. കാരണം എന്തെങ്കിലും ഞാൻ പറയുമായിരുന്നു ആപത്തൊക്കെ വന്നാൽ എങ്ങനെ ഇവര് കരയിലോട്ട് പെട്ടെന്ന് എത്തുമെന്ന്. ചെറിയ വള്ളങ്ങൾ ഉള്ളവരുണ്ട്. അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയം അനുസരിച്ച് നമുക്ക് ബസ് ഉണ്ടല്ലോ, അതുപോലെ ആ ബോട്ടുകളില്ലേ, അതുപോലെ ഷട്ടിലടിച്ച് ചില സമയങ്ങൾ അനുസരിച്ച് പോകുന്ന ബോട്ടുകളുണ്ട്. അതിലാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. എനിക്കാണെങ്കിൽ ഓർക്കാൻ പോലും വയ്യ അതൊന്നും. എന്തെങ്കിലും ഒരു ആശുപത്രി കേസൊക്കെ വന്നാലേ. അതെ, മാപ്പിള കലാശികളാ കയറ്റിയത്. കറങ്ങി കയറ്റിയതാ തെക്കിനകത്ത്. പിന്നെ ബസ് നേവിക്ക് അവർക്ക് അനുമതി കൊടുക്കുന്നേ ഉണ്ട്. നേവിക്കാരെ പ്രോത്സാഹനം കൊടുക്കുന്നേ ഉണ്ട്. അല്ലാതെ അതിനകത്തൊക്കെ ഒരു വരാത്ത കലാശിയൊക്കെ 37ാമത്തെ വർഷമായിരുന്നു. പറഞ്ഞതിന്റെ 1 മാസത്തിനകം എടുത്ത് മാറ്റി. ഇവിടെ ആദ്യം ലൈനം സപ്ലൈ ചെയ്യാനാണ് ഇങ്ങനെ വന്നേ, ലൈൻ സാധനമായിട്ട്. എന്നിട്ട് ഇവിടെ കേരളത്തിലായതുകൊണ്ട് നടന്നത്, വടക്കേന്ത്യയിലൊക്കെ നടന്നു, ഇവിടെ നടക്കത്തില്ല. അന്ന് നാനാര് മുഖ്യമന്ത്രിയാ, അന്ന് റെയിൽവേ മന്ത്രി മാധവ സിന്ധ്യ. പിന്നെന്തുവാ അതെന്ന് പറഞ്ഞ് വള്ളമുള്ള വീടുകളിലെല്ലാം വീപ്പയായിരുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ വീപ്പ കൊണ്ടുവന്നാൽ തള്ളിയതല്ലേ ഇവിടെ. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കണ്ടിട്ട് ഏറെ നിറച്ചിട്ട് മാപ്പിള കലാശികൾ കറക്കും. അതിപ്പോൾ നിങ്ങൾക്ക് കറക്കാം, എനിക്കും കറക്കാം, എല്ലാവരും കറക്കാം. ബിസ്ക്കറ്റും കടിച്ചായും തരും. വരുന്നവരെല്ലാം കറങ്ങിയില്ലേ. 35 ടണ്ണാണ് കമ്പാർട്ട്മെന്റ്. 35 ടണ്ണ. അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മേച്ചിൽ റോഡില്ലേ, അതാ അതിനകത്ത് പാതി വെക്കുന്നത്. അതിനകത്താണ് ഇതടിച്ചിരിക്കുക, കളറടിച്ചേക്കുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുവാണേ. പെരുമൺ ദുരന്തം ഭയങ്കര ഒരു ദുരന്തമാണല്ലോ, അതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടി കെ ദേവാരം പുരാവത്ത് മന്ത്രിയായിരുന്ന സമയത്ത് ടി കെ ദേവാൻ ഇവിടെ വന്ന വഴിയാണ് അയാളെ പിണ്ടിയിട്ട് കളിയാക്കി ആറ്റിനക്കരയ്ക്കരയിട്ട്. അപ്പോൾ അന്ന് പിന്നെ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പം മന്ത്രിസഭാ യോഗം കൂടിയപ്പം പാലത്തിന് അനുമതി വന്നു. അങ്ങനെയാണ് മണ്ടോത്തുരുത്തി പാലമാവുന്നത് ആദ്യം. അല്ലാതെ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ റേഷനായാലും 9 റേഷൻ കടയുണ്ട്, 21 ഐലൻഡ് ഉണ്ട്. അന്ന് 21 ഐലൻഡാണ്. അന്ന് ഈ പെൺപിള്ളാരെ അയക്കാത്തെന്ന് പറയുന്നത് ഏതെങ്കിലും സന്ധ്യയ്ക്കല്ലേ പ്രശ്നം ഉണ്ടാവും. അമ്മായി അപ്പൻ പോരായാലും അമ്മായി അപ്പൻ പോരായാലും. അപ്പോൾ ഈ പെണ്ണിന് പോയി രക്ഷപ്പെടാൻ പറ്റില്ല. 6 മണി തൊട്ട് 6 മണി വരെ വിലങ്ങി
ഇവിടെ സ്വന്തം വള്ളമുള്ള ആൾ കൊണ്ടുപോകും, ബോട്ടുള്ളവരെ കൊണ്ടുപോകുന്നില്ല. അപ്പൊ അതും അങ്ങനാണ്. ഇപ്പോഴും വണ്ടി വരാത്ത പാർട്ടി വണ്ടി വരുന്നില്ല. ഇവിടെ മൊത്തം 15,000 പേര് താമസിക്കുന്ന 13 വാർഡ്. ആദ്യം 7 വാർഡ് 13 മൊത്തത്തിൽ ഈ മണ്ണോത്തൂർത്ത് പഞ്ചായത്തിന്റെ കാര്യമായി പറയുന്നത്. ഇതെല്ലാം മണ്ണോത്തൂർത്ത് പഞ്ചായത്താണ്. ഇത് ആദ്യം ഞങ്ങൾ അടൂരായിരുന്നു മണ്ഡലം. പിന്നെ ഞങ്ങൾ അടൂരിൽ നിന്ന് വെട്ടി പാർലമെന്റ് കൊല്ലമാക്കി. കൊല്ലത്തുനിന്ന് വീണ്ടും വെട്ടി ഞങ്ങൾ മാവേലിക്കരയാക്കി. ഇത് മാവേലിക്കര പഞ്ചായത്ത് പാർലമെന്റിന്റെ അവസാനമായി. ഞങ്ങൾ മാവേലിക്കര ലാസ്റ്റ്. കൊമരന് കഞ്ഞി കൊമ്പുള്ള എന്നും കാര്യത്തിൽ സംഭരണം സീറ്റിലൊന്നും യാതൊന്നും കൊടുക്കത്തില്ല. നമ്മുടെ ആലപ്പുഴ വരെയുണ്ട്, പിന്നെ ഓച്ചറ വരെയുള്ള കൊല്ലം ജില്ല. ഇത് കുന്നത്തൂർ താലൂക്ക, അക്കരെ കൊല്ലം താലൂക്ക. അവിടെ പ്രേമേന്ദ്രന്റെ മുകേഷ്. നമ്മളിപ്പോ പോയ ചവറ മണ്ഡലമാണ്, വേവിയോണ്ട മണ്ഡലം. ഇത് 5 പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോട്ടാണ്. ഇവിടെ +2 വരെ ഉണ്ട് അവിടെ. ഈ ബോട്ടിന്റെ അഭയം ഇല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ബോട്ട് വിളിച്ച് വേണം കുട്ടികളെ കൊണ്ടുപോകാൻ. കായംകുളം മുതലുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നത്. കായംകുളം മുതലുള്ള KSRTCയുടെ ആണ്. അതിന്റെ വൈറ്റാണ് ഇട്ടേക്കുന്നത്. രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 6 മണിക്ക് അത് പോകുള്ളൂ. അതുപോലെ ട്രിപ്പടിയാ മോനെ. അത് അന്നത്തെ പള്ളിയാ. ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞായറാഴ്ച ഒന്നും എന്തായാലും തറക്കും. അല്ലാതെ ഇവിടെ ഒന്നും അങ്ങനൊന്നുമില്ല. ബ്രിട്ടീഷുകാര് ഇവിടെ വന്നൊന്നും പഠിച്ചില്ല ഹിസ്റ്ററിക്കകത്ത്. അവര് പണിത ചർച്ചാണത്. 1878 ബ്രിട്ടീഷുകാരോ? 1878. മോനെ തെറിപ്പിക്കാതെ ഇങ്ങോട്ട് തെറിക്കുന്നു. ബാക്കിയെല്ലാം നന്നാല് കാലം നോക്കിയോ. വെയിറ്റ് കയറുന്നതിന്റെ അനുസരിച്ച് കാര്യമുണ്ടോ? ആ ബോട്ടിലുള്ള അവര് പറയുമായിരുന്നു വൈകുന്നേരം ആവുമ്പോ വന്ന് നോക്കിയാല് ഓരോ വീടിന്റെ മുറ്റത്ത് ചൂണ്ടയുമായിട്ട് ആള് കാണും. വൈകിട്ട് കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുക, മീനെ പിടിക്കുക, ഫ്രഷ് ആയിട്ട് കറി വെക്കുക. കേൾക്കാൻ രസമുണ്ട്, പക്ഷെ അവരുടെ ജീവിതമേ എങ്ങനെയായിരിക്കും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചതേ. കാരണം ഭയങ്കരമായിട്ടൊക്കെ മഴ പെയ്യുവാണെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ വെള്ളം കയറില്ലേ. ഇവര് പറയുന്നു അങ്ങനെ അധികം കയറത്തില്ലെന്ന്. പക്ഷെ എനിക്കെന്തോ കാരണം ഇതിന്റെ തൊട്ടടുത്താണെന്നേ വീട്, അപ്പം വെള്ളം കയറത്തില്ലേ. എനിക്കത് കണ്ടിട്ട് തന്നെ പേടിയായി പോയി. The swimming pool, that's the swimming pool. The swimming pool. ഫാമിലി ആയിട്ടൊക്കെ പോകുവാണെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ട് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. നല്ല നമുക്ക് പ്രൈവസി ഉണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യും ഇവര്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നമുക്ക് ചില മനുഷ്യരോട് എന്തെങ്കിലും ചോദിക്കാനും ഒക്കെ നമുക്ക് ചോദിച്ചാലും പറഞ്ഞു തരത്തുമില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളും ഉണ്ടല്ലോ. അത് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലെല്ലാം പറഞ്ഞു തന്നു. നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് അവിടെ ഇറങ്ങി കുറെ നേരം സ്പെൻഡ് ചെയ്യാനായാലും അങ്ങനെ ഏകദേശം കറക്റ്റ് 2 മണിക്കൂറായപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. അവിടെ സ്വിമ്മിംഗ് പൂളിൽ കൊച്ചുങ്ങളെ നടക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ക്ലീൻ ചെയ്ത് ക്ലോറിനൊക്കെ ഫില്ല് ചെയ്തിട്ടേക്കുവാണ്. അപ്പൊ ഉടനെ പിള്ളേരെ അതിനകത്തോട്ട് ഇറക്കിയാൽ ദേഹം മൊത്തവും എന്തെങ്കിലും പ്രശ്നമായാലോ റാഷസ് ആയാലോ എന്ന് വിചാരിച്ച് അവരെ ഇറക്കിയില്ല. ഞങ്ങൾ പോകുമ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് ഉപേക്ഷിച്ചു. അതിന് വഴക്കായിരുന്നു അവിടെ ഇറങ്ങാൻ പറ്റാഞ്ഞിട്ട്. പോയ വഴി ഒരു ചായ കുടിക്കണമെന്ന് തോന്നി ഒരു റെസ്റ്റോറന്റിൽ കയറി. ചായയും കടിയുമാണ് പറഞ്ഞത്, പക്ഷേ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. പ്രതീക്ഷിച്ചതുപോലൊന്നും പറ്റിയില്ല. ഇങ്ങനെയൊക്കെയുള്ള യാത്രയിൽ നല്ലൊരു ചായ കിട്ടിയാലെന്ന് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്, പക്ഷെ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് കൊച്ചിർത്താനൊക്കെ പറഞ്ഞ് ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോ വീട്ടിലെത്തി. നല്ലൊരു യാത്രയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്താണ് കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ കൊല്ലം ജില്ലയിൽ ധാരാളം സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും എങ്ങും ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നിങ്ങൾ പോയിട്ടുള്ളവര് നല്ല സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമന്റ് ഇടണേ. അടുത്താണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് പോകാമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എത്രത്തോളം ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല.
എന്തായാലും കമന്റ് ഇടാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ചിൽഡ്രൻ ബൈ. ഗോഡ് ബ്ലസ് യു.